ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇതാണ്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് കടലമാവും കുറച്ച് നിലക്കടലയും കൂടെ ചേർത്ത് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുത്താലോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാറൊന്ന് എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പോളം കടലമാവ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി കുറച്ച് ഒരു 2-3 ടേബിൾ സ്പൂണോളം നിലക്കടല, അതായത് കപ്പലണ്ടി ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 2 ടീസ്പൂണോളം മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങളുടെ ആ ഒരു എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കാം. 1 ടീസ്പൂണൊക്കെ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവരാം. നല്ല തരിതരിപ്പ് നല്ലപോലെ പൊടിയണം, നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം ഇതുപോലെ. അപ്പം നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ പൊടിച്ച പൊടി ഉണ്ടല്ലോ അത് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ആ പൊടിയുടെ പച്ചമണം നല്ല പോലെ ഒന്ന് മാറണം. കടലമാവിന്റെ ഒക്കെ ഒരു പച്ചമണം ഉണ്ടാവുമല്ലോ, അപ്പൊ അത് നല്ല പോലെ മാറുന്നവരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാനുള്ളതാണ്. അപ്പൊ ആ പൊടി മൊത്തം അങ്ങോട്ട് തട്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നല്ല പോലെ ഒന്നങ്ങ് വഴറ്റി അതിന്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. അപ്പൊ ഇതിലേക്ക് ഞാൻ എണ്ണയൊന്നും ചേർക്കുന്നില്ല, ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ. അപ്പം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം മാത്രം ഇതുപോലെ ഒന്ന് വറുത്തെടുത്താൽ മതി. ചിലപ്പോൾ അടിക്കൊക്കെ പിടിച്ച് പൊടി കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് വറുത്തെടുക്കാൻ. ഒരു 2-3 മിനിറ്റ് ഇതൊന്ന് വറുത്തെടുക്കണം കേട്ടോ. നല്ലപോലെ പച്ചമണമൊക്കെ ഒന്ന് മാറി നല്ലൊരു മണമൊക്കെ വന്നു തുടങ്ങും. അതുവരെയും നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. അപ്പൊ ഇത് വെച്ചിട്ട് എവിടെയും പോകരുത് കേട്ടോ, കൂടെ തന്നെ നിൽക്കണം, അല്ലെങ്കിൽ പണി കിട്ടും. പൊടി കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ ഇതുപോലെ നന്നായിട്ട് റോസ്റ്റ് ആക്കി എടുക്കുക. ഇപ്പൊ നടന്ന് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, ആ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സമയമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി നമുക്ക് ഈ പൊടി മറ്റൊരു പാത്രത്തിലോട്ട് ഒന്ന് മാറ്റി വെക്കാം. വീണ്ടും അതേ പാൻ തന്നെ ഞാനൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചേർത്തിട്ട് വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ആ ഒരു സമയമാകുമ്പോഴേക്കും ഇതിലേക്ക് ഒരു 2 ഉരുളക്കിഴങ്ങ് ഒന്ന് അരിഞ്ഞെടുത്തതാണ് കേട്ടോ. അത്യാവശ്യം അതായത് ഒരുപാടങ്ങ് വലുതും അല്ല, എന്നാൽ തീരെ ചെറുതും അല്ലാത്ത രീതിയിൽ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തതാണ്. അപ്പോൾ ഇതങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇനി ഈ ഉരുളക്കിഴങ്ങിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്നങ്ങ് ഫ്രൈ ആക്കി എടുക്കാം. ഈ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടണം. അപ്പോൾ നന്നായിട്ട് ആദ്യം എണ്ണയിലിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതുപോലെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് വഴറ്റി എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും പെട്ടെന്ന് അങ്ങ് വെന്ത് കിട്ടും. അപ്പോൾ അടച്ചു വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുത്ത് അങ്ങനെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. നല്ലപോലെ സൈഡൊക്കെ ഒന്ന് മൊരിഞ്ഞ് കിട്ടണം കേട്ടോ. ആ ഒരു പരുവം വരെയാണ് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഞാനിതൊന്ന് അടച്ചു വെക്കുകയാണ്. ഇപ്പൊ ദാണ്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇപ്പൊ കുറച്ചൊക്കെ ഒന്ന് ആയിട്ടുണ്ട്. ചെറുതായിട്ട് ആ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് കണ്ടോ. പിന്നെ പാനിലൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ട്. ഇത് നമ്മുടെ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ പാത്രം ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും കേട്ടോ. ഇനി നമുക്ക് ദാണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. കുറച്ചും കൂടി വേവാനുണ്ട് കേട്ടോ. അപ്പൊ നല്ല പോലെ ഉരുളക്കിഴങ്ങ് ഒന്ന് വെന്ത് കിട്ടണം, നന്നായിട്ട് വെന്ത് കിട്ടണം. ആ ഒരു പരുവം വരെ നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം ഇത്തിരിയും കൂടെ ഒന്ന് വേവാനുള്ളത് പോലെ തോന്നിയത് കൊണ്ട് ഞാൻ ഇച്ചിരി സമയം കൂടെ ഒന്ന് അടച്ചു വെക്കുകയാണ് കേട്ടോ. അപ്പൊ ഇത്തിരി നേരം കൂടെ ഒന്നിരുന്ന് വെന്തോട്ടെ. ഇപ്പൊ ദാണ്ടെ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒന്ന് പൊടിഞ്ഞു പോയിട്ടുണ്ട്, ഞാനിങ്ങനെ ഇളക്കുന്നത് കൊണ്ട് ഒന്ന് പൊടിഞ്ഞു പോയിട്ടുണ്ട്, അത് കുഴപ്പമില്ല. ഇനി നമുക്ക് ഇത് ഈ പാനിൽ നിന്ന് എടുത്ത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഞാൻ മറ്റൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി വീണ്ടും അതേ പാനിൽ തന്നെ എണ്ണ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് എണ്ണ ഒഴിക്കാം കേട്ടോ. ഞാനിനി എണ്ണയൊന്നും ഒഴിക്കുന്നില്ല. ഈ എണ്ണയിൽ തന്നെ കുറച്ച് വെണ്ടയ്ക്ക ഉണ്ടല്ലോ, അത് ഇതുപോലെ അത്യാവശ്യം വലുത്, അതായത് ഒരുപാട് വലുതായിട്ടല്ല എങ്കിലും ഒരുപാട് ചെറുതായിട്ടും അല്ല, ഇതാണ് ഇതുപോലെ ഒന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ വെണ്ടയ്ക്കയും നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. ഒരുപാട് അങ്ങ് ഫ്രൈ ആക്കി ഒന്നും എടുക്കണ്ട, നല്ലപോലെ വെന്ത് കിട്ടണം കേട്ടോ. അപ്പൊ ആ ഒരു വഴുവഴുപ്പൊക്കെ ഒന്ന് മാറി കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരുന്നവരെയും ഒന്ന് വഴറ്റി കൊടുക്കാം. വെണ്ടയ്ക്ക അടച്ചൊന്നും വെക്കണ്ട കേട്ടോ. ഇതുപോലെ തുറന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് ഇളക്കിയിട്ട് കൊടുത്ത് ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ഇളക്കിക്കൊണ്ടൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ തന്നെ കുറച്ച് ഒന്ന് വെന്തിട്ടുണ്ട് വെണ്ടയ്ക്ക. ഇനിയും കുറച്ചും കൂടി ഒന്ന് വേവാനുണ്ട്. അപ്പൊ അതാണ്ട് നമ്മുടെ വെണ്ടയ്ക്കൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പരുവം വരെ മതിയാവേ. ഇനി ഇതിലേക്ക് ആ വെണ്ടയ്ക്കയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് അത് ചേർത്തിട്ട് 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്, ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രം കേട്ടോ.
അതും ചേർത്തിട്ട് ഇനി നമുക്ക് നല്ലപോലെ ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഈ ആ ഒരു മുളക് പൊടിയൊക്കെ വെണ്ടയ്ക്കയിൽ നല്ലപോലെ ഒന്ന് പിടിച്ച് വരണം. ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം മുളക് പൊടിയുടെ. അപ്പൊ അതുവരെ നല്ലപോലെ ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ ദാണ്ട ഞാൻ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചെടുത്ത ഉരുളക്കിഴങ്ങുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്നങ്ങ് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. എല്ലാം കൂടെ ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇനി നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരുന്ന പൊടി ഉണ്ടല്ലോ കടലമാവിൻ്റെ, അപ്പം അതും കൂടെ ഇനി അങ്ങോട്ട് ചേർക്കാം. ഞാൻ മൊത്തം ചേർക്കുന്നില്ല, കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. ആ ഒരു പൊടി നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. ഇടയ്ക്ക് ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ ചേർക്കാം. ഒരു ഒരാഴ്ച 2 ആഴ്ച വരെയൊക്കെ നമുക്ക് അതായത് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. പെട്ടെന്ന് അപ്പം ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അത് ചേർത്തതിന് ശേഷം നല്ല പോലെ ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുത്താൽ മതി. ഇതുപോലെ ചെറുതായിട്ട് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്ന ഒരു പാകം ഉണ്ടല്ലോ അതുവരെയും ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ ദാണ്ട കണ്ടോ, നല്ല അടിപൊളിയായിട്ട് നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഒരു വെണ്ടയ്ക്ക ഉരുളക്കിഴങ്ങ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല അടിപൊളി ഒരു ഫ്രൈ ആണ്, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. എന്തായാലും നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഉണ്ടാക്കി നോക്കണം, മിക്സ് ചെയ്യരുത്. അത്രയ്ക്കും ടേസ്റ്റിയാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാമല്ലോ. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.